കണ്ണൂർ പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ പാനൽ ഇന്ന് യോഗം ചേരും. കുട്ടിയുടെ ചികിത്സാ രേഖകൾ പരിശോധിക്കും. അപ്പോൾ കണ്ണൂരിലെ 1.5 വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. വിഭീഷ് KT വിവരങ്ങൾ നൽകും. വിഭീഷ്, അപ്പോൾ നേരത്തെ തന്നെ മന്ത്രി പറഞ്ഞിരുന്നു കൃത്യമായ അന്വേഷണവും പരിശോധനയും ഉണ്ടാകുമെന്ന്. അത്തരം നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അതേ ജിൻസി, കുടുംബത്തിൻ്റെയും ആവശ്യമായിരുന്നു ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന്. അപ്പോൾ മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ് മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിച്ച് കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന്. ഈ കുട്ടിയുടെ മരണത്തിൽ നിലവിൽ അനസ്തേഷ്യ നൽകിയ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെതിരെ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റ് 2 ഡോക്ടർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം നേരത്തെ തന്നെയുണ്ട്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിച്ചിരിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടുന്നതാണ് മെഡിക്കൽ ബോർഡ്. ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നുകൊണ്ട് ഇന്ന് തന്നെ ചികിത്സാ രേഖകൾ അടക്കം പരിശോധിക്കും. തുടർന്നായിരിക്കും മറ്റു 2, അതായത് ആരോപണം നേരിടുന്ന മറ്റു 2 ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരിലേക്ക് അന്വേഷണം പോകണമോ എന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ അവരെ പ്രതി ചേർക്കണമോ എന്ന കാര്യത്തിൽ അടക്കം തീരുമാനമെടുക്കുക. എന്തായാലും ഇന്ന് മെഡിക്കൽ ബോർഡിൻ്റെ യോഗം ഉണ്ടാകും. അതിനുശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. പോലീസും ഇതുതന്നെയാണ് വ്യക്തമാക്കിയത്. നിലവിൽ ഒരു ഡോക്ടർക്കെതിരെയാണ് കേസെടുത്തത്. മറ്റ് 2 ഡോക്ടർക്കെതിരെ, അതായത് സർജനും അതുപോലെ തന്നെ പീഡിയാട്രീഷ്യനും അടക്കമുള്ള ആളുകൾക്കെതിരെ ആരോപണവും പരാതിയുമുണ്ട്. ഇക്കാര്യത്തിൽ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും തുടർ നടപടി കൈക്കൊള്ളുക എന്ന്. ശരി, വിഭീഷ് KT വിവരങ്ങൾ നൽകിയത്.